മനാഫ് അർജുൻ ഫാമിലി ഇഷ്യൂ ഇപ്പം സോഷ്യൽ മീഡിയയിലും ചാനലിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരി വാരി തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് മനാഫിൻ്റെയും അർജുൻ്റെ ഫാമിലിയുടെയും ഇൻ്റർവ്യൂകൾ. ഇന്ന് രാവിലെ ഇപ്പം അർജുൻ്റെ ഫാമിലി ഒരു പത്രസമ്മേളനം നടത്തി. അവർക്കുണ്ടായ കുറേ അനുഭവങ്ങളും കാര്യങ്ങളും മനാഫ് മനഃപൂർവ്വം ഇവരെ സഹായിച്ചിട്ടൊന്നുമില്ല, സഹായം നടിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം തുടങ്ങിയത് ഇവിടെയൊന്നുമല്ല. ബോഡി കിട്ടിയ സമയത്ത് ഒരു ചാനലുമായിട്ട് സംസാരിക്കുന്ന ചാനലിൻ്റെ ഒരു ഇതിൻ്റെ ഇടയിൽ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ മനാഫിന് അർജുൻ്റെ അനിയത്തി നന്ദിയൊന്നും പറഞ്ഞില്ല. അവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അന്നേരം മനാഫിൻ്റെ കുറേ ഫാൻസ്, ഇപ്പം മനാഫിന് കേരളത്തിൽ നിറയെ ഫാൻസ് ഉണ്ടല്ലോ, മനാഫിൻ്റെ ഫാൻസ് എല്ലാം കൂടെ അവരെ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഈ ബോഡി കിട്ടിയതിന് ശേഷം മനാഫ് ഓടി നടന്ന് സകലമാന ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലും യൂട്യൂബുകളിലും എല്ലാം ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് മനാഫിൻ്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ഫാമിലിക്ക് വളരെ മോശമായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങി. അതിലൊന്നാണ് അർജുന് 75,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം. അതിൽ കൂടുതൽ, അതായത് ഏറ്റവും കുറഞ്ഞത് അവന് കിട്ടുന്നത് മാസം 75,000 ആണ്. അതുകൊണ്ട് പോലും അവൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഭയങ്കര പ്രാരാബ്ധത്തിലാണ്. അനിയൻ്റെ പഠിത്തം, അനിയത്തിയുടെ പഠിത്തം, സ്കൂൾ ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ, അതെല്ലാം പറഞ്ഞിട്ട് ഈ മനാഫിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ മനാഫ് ഫാൻസ് വീണ്ടും ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. ഇവർക്ക് പണിയെടുത്ത് നിന്നൂടെ, അർജുൻ ഊറ്റിയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് അർജുൻ്റെ അനിയൻ ഓൺലൈനിൽ ഒരു വീഡിയോ ഇടുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് അർജുൻ്റെ അനിയൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം 3 വർഷത്തോളമായി. 2021 പുള്ളി പഠനം കഴിഞ്ഞത്. അനിയത്തിയും പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറി 2 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വരുമാനമുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പുള്ളീൻ്റെ ഈ രീതിയിലുള്ള സംസാരങ്ങൾ വന്നപ്പം ഇവർക്കത് വളരെ മോശമായ രീതിയിൽ തോന്നിയത്. അതിനിടയ്ക്ക് ഇവർ പറയുന്നത് ഈ മനാഫ് വേണ്ട രീതിയിലൊന്നും, മനാഫ് കുറേ ഇടയ്ക്ക് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആ രീതിയിൽ രണ്ട് വഴിക്കാണ് ഇവർ അന്വേഷണത്തിനുള്ള രീതിയിൽ പോയത്. തുടക്കത്തിൽ ഒരുമിച്ചായിരുന്നെങ്കിലും വേറെ വേറെ വഴിക്കാണ്. മനാഫ് വലിയ രീതിയിലൊന്നും സഹായിച്ചിട്ടില്ല. മനാഫ് ഒരു മുതലെടുക്കുകയാണ് ഈ സാഹചര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവർ പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി, പുറത്തുനിന്ന് എവിടെ നിന്നൊക്കെയോ പുള്ളി പൈസ പിരിക്കുന്നുണ്ട് അർജുൻ്റെ പേര് പറഞ്ഞ് എന്നാണ് പറയുന്നത്. അതൊക്കെ തെളിവുകൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. യൂട്യൂബ് ചാനൽ എന്തായാലും ഉണ്ട്. ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് പുള്ളി പറയുന്ന ഉത്തരം, ഞാൻ ഷിരൂരിൽ ഒറ്റയ്ക്കായിരുന്നപ്പം, ഞാൻ ബോറടിച്ചിരുന്നപ്പം കൂട്ടുകാരൻ വെള്ളത്തിൽ പോയതിൻ്റെ വിഷമത്തിൽ പുള്ളി തുടങ്ങിയ ചാനലാണെന്നാണ് പുള്ളി പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പുള്ളിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തുടങ്ങിയാൽ പുള്ളിക്ക് തുടങ്ങാം. ലോറി ഉടമ മനാഫ് എന്നോ എന്ത് പേര് വേണേലും പുള്ളിക്ക് ഇടാം. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഈ അർജുൻ പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. അർജുൻ്റെ ബോഡി കിട്ടിയത് കേരളത്തിലെല്ലാവരും ഭയങ്കര പോസ്റ്റ് വിട്ടു. എല്ലാവരും, സിനിമാ നടന്മാരടക്കം അതിൽ നല്ല രീതിയിൽ പോസ്റ്റ് വിട്ട് എല്ലാം ചെയ്തു. ഓക്കെ, ആ വിഷയം അവിടെ വിടണം. 72 ദിവസം കഴിഞ്ഞാണ് ബോഡി കിട്ടിയത്. അത് അവിടെ വിടാതെ ഇപ്പോഴും ഈ മനാഫ് ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അത് കുടുംബത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ വന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത് കുടുംബം പറഞ്ഞതിലും തെറ്റ് പറയാൻ പറ്റില്ല. ഇനി മനാഫ് പൈസ പിരിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ, അത് അന്വേഷണം നടത്തി അറിയാവുന്ന കേസേ ഉള്ളൂ. ഒരു കേസ് കൊടുത്താൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഇത് അവിടെ വിടാതെ ഇത് പിന്നെയും സോഷ്യൽ മീഡിയയിലും ഈ ചാനലുകളിലെല്ലാം വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് നിൽക്കാൻ കാരണം, ഇപ്പം അർജുൻ്റെ ബോഡി അവിടെ പോയത് മുതൽ നമ്മളൊരു ലൈവ് ഫുട്ബോൾ മാച്ചൊക്കെ, വേൾഡ് കപ്പൊക്കെ കാണുന്ന പ്രതീതിയിലാണ് ചാനലിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ലൈവായിട്ട് 24 മണിക്കൂർ ഇത് തന്നെ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ആകെ ഈ മരണം സംഭവിച്ചത്, ഇതുപോലൊരു മരണം സംഭവിച്ചത് ആദ്യമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളി മരിക്കുന്നത് ഈ ഒരു അപകടത്തിലാണോ? വേറെ ആരും ഈ ലോകത്ത് മരിച്ചിട്ടില്ല ഇതുപോലെ. അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഈ അപകടം നടന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് മരിച്ചത്. അതിനാരും സപ്പോർട്ട് ചെയ്തില്ല, ആരും മിണ്ടിയില്ല, പോസ്റ്റ് ഇട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതല്ലല്ലോ എല്ലാവരും മറന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അർജുൻ്റെ വിഷയം സംസാര വിഷയമാണ്. അർജുൻ ഒരാൾ മരിച്ചത്, ഇപ്പോഴും ബോഡി കിട്ടാതെ 100ഓളം ബോഡികൾ മണ്ണിനടിയിൽ തന്നെയാണ്. തിരിച്ച് കിട്ടിയിട്ടില്ല. കിട്ടിയ ബോഡികൾ തന്നെ കയ്യോ കാലോ തലയോ, അത് ഏത് ആളാരാണെന്നോ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഏത് കുടുംബത്തിലെ ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് മൊത്തത്തിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്, ശവസംസ്കാരം നടത്തുകയാണ് ചെയ്തത്. അതൊക്കെ ആൾക്കാർ മറന്നു പോയിട്ട് വീണ്ടും അർജുൻ മരിച്ചതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
കാരണം അർജുൻ മരിച്ചു, അതിൻ്റെ വിഷമത്തിൽ ആൾക്കാർ കടയുടെ പേര് മാറ്റുന്നു, അതിന് പേരിടുന്നു, ലോറി ഉണ്ടാക്കി വീട്ടുകാർക്ക്. അതൊക്കെ എന്തൊരു മണ്ടത്തരമാണ്. ഒരാൾ മരിച്ചത് ലോറി അപകടത്തിലാണെങ്കിൽ ആ ലോറിയുടെ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്നാൽ വീട്ടുകാരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാനോ? അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ എല്ലാവരും അഭിനന്ദനങ്ങൾ. മിനിയേച്ചർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വെച്ചോളൂ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോളൂ. അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ പോലും അവർക്ക് ഇറക്കി വിടാൻ പറ്റുമോ? വീട്ടിൽ വരുന്ന ആൾക്കാരെ ഒരാൾ ലോറി ഉണ്ടാക്കിയിട്ട് കൊണ്ടു ചെല്ലുക, എന്നാ നിങ്ങളുടെ മകൻ മരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതാ ലോറി, മകൻ മരിച്ച അതേപോലത്തെ ഒരു ലോറി, അപകടത്തിൽ പെട്ട അതേപോലത്തെ ഒരു ലോറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അമ്മേൻ്റെ കയ്യിലേക്ക്, ആ ഭാര്യേൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇതിൽ പരം മണ്ടത്തരം വേറെ ഉണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ മലയാളികൾക്ക് സംഭവിച്ചതെന്ന്. അത് ആ വിഷയം ബോഡി കിട്ടി, അത് അവിടെ വിടുക. മനാഫ് ആയാലും ഫാമിലി ആയാലും പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇത് ഓൺലൈൻ വന്ന് വേറൊന്നും പറയാതെ പോകാനുള്ളതിന് ഈ മനാഫ് ഓടി നടന്ന് പല ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നു. അത് ഫാമിലിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ആ ഒരൊറ്റ ഇൻ്റർവ്യൂ പ്രശ്നങ്ങൾ കൊണ്ട് മനാഫിനിപ്പം കേരളത്തിൽ ഹ്യൂജ് ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മനാഫിനൊരു ഹ്യൂജ് ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഫാൻസ് എല്ലാം വന്നിട്ട് ഈ ഫാമിലിനെ ചീത്ത വിളിക്കുക, ഫാമിലിനെ സൈബർ ബുൾ ചെയ്യുക. വേറെ ആരും ഈ ലോകത്ത് മരിച്ചിട്ടില്ലാത്ത പോലെയാണ് ഈ ഒരു അപകടത്തിനെ കേരളത്തിലെ മാധ്യമങ്ങളും കുറേ ആൾക്കാരും ഇപ്പോഴും കാണുന്നത്. എനിക്ക് വിഷമമുണ്ട്. ആര് മരിച്ചാലും നമുക്കൊരു വിഷമമുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ആൾക്കാർ മരിച്ചു, ഇവിടെ മണ്ണിനടി കിടപ്പുണ്ട്, ബോഡി കിട്ടാതെ കിടപ്പുണ്ട്. അവരൊക്കെ ആരാണെന്നും അതിൽ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് എല്ലാവരും കണ്ണീരൊക്കെ ഒഴുക്കി, പക്ഷെ അത് വിട്ടല്ലോ. പക്ഷെ നിങ്ങൾ മനാഫിൻ്റെ ഈ അർജുൻ്റെ കേസിൽ എന്താ നിങ്ങളിത് വിടാതെ എല്ലാവരും അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ കുറച്ച് ഓവറല്ലേ? മരിച്ചു, സങ്കടമുണ്ട്, വിഷമമുണ്ട്, ബോഡി കിട്ടി, അടക്കി, അത് അവിടെ കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാന്നല്ലാതെ വീണ്ടും ഇതുപോലെ അർജുൻ എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാരെല്ലാം ഇതിന് മാത്രമേ, ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൻ്റെ വേറൊരു പതിപ്പാണ് അവിടെ നടന്നത്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഒരാൾ അല്ല അവിടുത്തെ കുറച്ച് ആൾക്കാർ പോയി. അതിനൊന്നും ആർക്കും കുഴപ്പമില്ല. അവിടുത്തെ 2 പിള്ളേരൊക്കെ പോയിരുന്നു. അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് മലയാളികളല്ലല്ലോ, അത് അപ്പുറത്തെ സ്റ്റേറ്റിലെ ആൾക്കാരാണല്ലോ. ആ കടയിലെ 2 മക്കളും ആ കടക്കാരൊക്കെ പോയിരുന്നു. അതിലൊന്നും ഇല്ലാത്ത വിഷമം ഇവിടെ വയനാട്ടിൽ 10, 300, 400 പേര് പോയി. അതിൽ കുറേ ആൾക്കാരുടെ ബോഡി കിട്ടിയിട്ടില്ല, ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിലൊന്നും ഇല്ലാത്ത വിഷമമാണ് ഈ പറഞ്ഞ അർജുൻ്റെ കേസിൽ. അതെന്താ അർജുനോട് മാത്രം ഒരു പ്രത്യേകത എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ മനാഫിൻ്റെ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മനാഫിൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകളുണ്ട്. അത് സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം. മനാഫ് ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്തൊക്കെയായാലും മരണശേഷം ആ ബോഡി കിട്ടിയതിന് ശേഷം അടക്കിയതിന് ശേഷം മിണ്ടാതിരിക്കലായിരുന്നു ബുദ്ധി. പക്ഷെ വീണ്ടും ഇപ്പോൾ അവർ പരസ്പരം ചെളി വാരി എറിയുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താവുമെന്ന്.